അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 42 സങ്കീർത്തനം 11 വാക്യം. എന്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ നിന്റെ മുഖപ്രകാശരക്ഷയും നിന്റെ ദൈവമെന്ന് ഇനിയും ഞാൻ അവനെ സ്തുതിക്കും. ഒരു ഭക്തന്റെ പ്രത്യാശ നിർഭയമായ വാക്കുകളാണ് ഈ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വല്ലാതെ ഹൃദയം കലങ്ങി വേദനപ്പെട്ട് മാനസികമായി അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവരോട് രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു, ഉള്ളിൽ ഞരങ്ങുകയാണോ? എന്തായിത്തീരുമെന്നുള്ളൊരു വ്യാകുലത നിങ്ങളെ വല്ലാതെ ഭരിക്കുകയാണോ? കർത്താവിൽ പ്രത്യാശ വെക്കുന്ന ഭക്തനാണെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവേശുവിലാണെങ്കിൽ തൻ്റെ ഭക്തന്മാർ തകർന്നു പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. തൻ്റെ ഭക്തന്മാർ താണുപോകുവാൻ, അവർ ക്ഷീണിതരായി തീരുവാൻ ദൈവം അനുവദിക്കയില്ല. ഒരു ഭക്തന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. ഇതിനെ അതിജീവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് നൽകിത്തരും. അത് യേശു കർത്താവ് എത്രയോ വലിയ സങ്കടങ്ങളിൽ കൂടെ കടന്നുപോയി. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നുവെന്ന്. അനവധിയായ കഷ്ടങ്ങളെ പാപം ചെയ്തിട്ടാണോ? അല്ല, ദൈവപുത്രനായിരിക്കെ സകല മാനവജാതിയെ രക്ഷിക്കാൻ കടന്നു വന്ന കർത്താവ് ഇത്ര വലിയ കഷ്ടങ്ങളിൽ കൂടെ, പരിഹാസങ്ങളിൽ കൂടെ, നിന്ദകളിൽ കൂടെ, താഴ്ചകളിൽ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ ആ കർത്താവ് അവസാനം ജയോത്സവം കൊണ്ടാടിയില്ലേ? കാൽവരി ക്രൂശിന്മേൽ ശത്രുവിന്റെ തലയെ തകർത്ത് എന്നേക്കുമായി ശത്രുവിന്റെ സകല പ്രവൃത്തികളെയും തകർത്തവനല്ലേ? അവൻ ഉയർത്തെഴുന്നേറ്റ് രാജാതി രാജാവായി ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു ഭക്തനെയും ദൈവം അപ്രകാരം തന്നെ ഉയർപ്പിക്കുന്ന ഒരു ദിനമുണ്ട്. എന്നും ചവിട്ടി മെതിച്ചു പോകുവാൻ തക്കവണ്ണം നമ്മെ വിട്ടുകൊടുക്കുന്നൊരു ദൈവമല്ല. കർത്താവ് അതിൻ്റെതായ സാഹചര്യങ്ങളിൽ, സ്ഥാനങ്ങളിൽ, സമയങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അതുകൊണ്ട് ദൈവാത്മാവ് രാവിലെ സമയം പറയുന്നു, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങരുത്. ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ മുഖപ്രകാശരക്ഷി നിന്റെ ദൈവമെന്ന് ഇനിയും നീ അവനെ സ്തുതിപ്പാനിടവരുത്തും. ദൈവത്തെ ഇനിയും സ്തുതി സ്തോത്രയാഗം അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തരും. യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കുക. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, അതെ, ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ തന്നെ ആശ്രയിപ്പീൻ. യഹോവ വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. ആമേൻ.